അമ്മ എൻ്റെ കൈ എവിടെ ചോദിച്ചത്. കൈ എവിടെയെന്ന് മാത്രമല്ല, അമ്മ എൻ്റെ കൈ അതിൻ്റെ മുന്നേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മുറിയായതുകൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ് പറഞ്ഞു. ഞാൻ ഇത്ര നേരം വരെ എൻ്റെ മോളുടെ കൈ ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്ക് കാണാനുള്ള താങ്ങാനുള്ള ശക്തിയൊന്നും നമുക്കില്ല. ഒരു 9 വയസ്സുകാരിക്കാണ് തൻ്റെ വലത് കൈ നഷ്ടമായത്. ആ കുട്ടി തൻ്റെ കൈ എവിടെ എന്നുള്ളത് അറിയാതെ കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ആദ്യ 5 ദിവസങ്ങളിൽ എന്തുകൊണ്ട് വേദന ഉണ്ടായിരുന്നില്ല, ഇനി ഇത് ചികിത്സാ പിഴവാണോ, ബാൻഡേഡ് മുറുക്കി കെട്ടിയത് മൂലമുണ്ടായ ചികിത്സാ പിഴവാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ, വീഴ്ചയിലുണ്ടായ അപകടത്തെ തുടർന്നുണ്ടായതാണോ? എന്തായാലും ഈ ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ ഡോക്ടർമാർക്കോ വിദഗ്ധമായിട്ടുള്ള ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കോ ഡോക്ടർ സംഘത്തിനോ ഒന്നും തന്നെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമായ വിഷയമാണ്. ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ പാലക്കാട് DMO ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധമുണ്ടായി. അതോടൊപ്പം തന്നെ കുടുംബം DMOക്ക് പരാതി നൽകാനും എത്തി. DMO നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും നിലവിലൊരു പ്രാഥമിക അന്വേഷണം 2 ഡോക്ടർമാരടങ്ങുന്ന ഒരു സമിതി ഇപ്പോൾ നടത്തും. അവർ ജില്ലാ ആശുപത്രിയിലുണ്ട്. അവർ അത് പരിശോധിച്ച് അതിന്റെ ഒരു റിപ്പോർട്ട് DMOക്ക് നൽകും. ഇതിപ്പോൾ ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു അന്വേഷണമാണ്. എന്താണ് ഉണ്ടായിട്ടുള്ളത് അറിയാനായിട്ട് വിളിച്ചു. അതിനുശേഷം വകുപ്പും ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 8 വയസ്സുകാരി വിനോദിനിക്കാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പിന്നാലെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. കഴിഞ്ഞ മാസം 24-നാണ് വീട്ടിൻ്റെ മുന്നിൽ വെച്ച് കളിക്കുമ്പോൾ വിനോദിനിക്ക് വീണ് പരിക്കേറ്റത്. കൈയുടെ 2 ഭാഗത്ത് എല്ലിന് പൊട്ടലുണ്ടായി, കൈക്ക് മുറിവുണ്ടായി. ചിറ്റൂർ ആശുപത്രിയിലും പിന്നീട് അന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും വിനോദിനി ചികിത്സയുമായി പോയി. കുടുംബം അവിടെ കൊണ്ടുവന്നു. പക്ഷെ അവിടെ ഈ മരുന്ന്, ഈ മുറിവിന് കാര്യമായ ചികിത്സ നൽകാതെ പ്ലാസ്റ്റർ ഇട്ട് കെട്ടിവെച്ചു എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. പിറ്റേന്ന് തന്നെ OP കാണിച്ചു, വേദനയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഡോക്ടർമാർ വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല. 5 ദിവസം കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ കൈ അതിഭീകരമായ രീതിയിൽ വേദനയുണ്ടാവുകയും നീര് വന്ന് വീർക്കുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ്, പ്ലാസ്റ്റർ അഴിച്ചപ്പോഴാണ് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ദുർഗന്ധമുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പ്രാഥമികമായി ഡോക്ടർമാർ പരിശോധിച്ചു. കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു രക്ഷയില്ല എന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു. കുട്ടി കൈ മുറിച്ച കുട്ടി പറഞ്ഞു, എനിക്ക് കൈയിൻ്റെ സാറേ, ഡോക്ടർ സാറേ എനിക്ക് കൈയ്യൻ്റെ കറക്റ്റ് വരെ കരച്ചിട്ട് ഞാനങ്ങനെ പഠിക്കും, ആഹാരം കഴിക്കുമ്പോൾ വരെ കരച്ചിട്ട്. പാലക്കാട് നിന്നും ഗോകുലിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.